ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഒരു അടിപൊളി പുഡിംഗ് ആയാലോ. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു പുഡിങ്ങാണ്. ഞാനിതിൻ്റെ പൈനാപ്പിൾ വെച്ചിട്ടുള്ള പുഡിങ്ങെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിന്. അപ്പോൾ ഇന്ന് 2 മാംഗോ വെറുതെ കിടപ്പുണ്ടായിരുന്നു കുറച്ച് ദിവസം. അപ്പോൾ ഞാൻ വിചാരിച്ച് കട്ട് ചെയ്ത് തിന്നണോ അതോ ജ്യൂസ് അടിച്ച് കുടിക്കണോ. പിന്നെ വിചാരിച്ച് വേണ്ട, ഒരു പുഡിങ് ഉണ്ടാക്കിയിട്ട് നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നല്ല പഴുത്ത മാംഗോ ആയിരുന്നു, പക്ഷേ കുറച്ച് മധുരം കുറവുണ്ട്. ഇനി അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് 2 കപ്പ് പാൽ ഒഴിക്കുക ആദ്യം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് തണുത്ത പാലിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഒന്ന് കലക്കിയിട്ട് നമ്മളൊരു കസ്റ്റേർഡ് ഉണ്ടാക്കിയെടുക്കണം. പിന്നെ ഇതെല്ലാം നോർമൽ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും. എന്നിട്ട് ആ പാലൊന്ന് തിളക്കുന്ന സമയത്ത് ഈ കസ്റ്റേർഡ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് കൈവെക്കാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിക്കുക. ഞാൻ മിൽക്ക് മെയ്ഡ് ഇട്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അതില്ലെങ്കിൽ പഞ്ചസാര ഇട്ടാലും മതി. മിൽക്ക് മെയ്ഡ് തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഇത് അധികം അങ്ങ് കട്ടിയാവുമെന്ന് വേണ്ട. നമ്മളിതിൽ ബ്രെഡ് ഇതിൽ സോക്ക് ചെയ്ത് എടുക്കുന്നതാണ്, ഒന്ന് മുക്കിയിട്ടെടുക്കും. അതുകൊണ്ട് കൂടുതലങ്ങ് കട്ടിയാവണ്ട, ഇത്തിരി ഒന്ന് ലൂസിൽ തന്നെ ഇരുന്നോട്ടെ. ഇനിയിപ്പോൾ മിൽക്ക് മെയ്ഡും എല്ലാം ഒന്ന് മെൽട്ടായി നല്ലോണം എല്ലാം ഒന്ന് കട്ടിയായി തുടങ്ങുന്ന സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ കസ്റ്റേർഡ് ഒന്നാടെ മാറ്റി വെക്കാം. പിന്നെ ഞാൻ മിൽക്ക് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. ബ്രെഡെല്ലാം എത്ര വേണോ എന്നുള്ളത് നിങ്ങൾ പുഡിങ് സെറ്റ് ചെയ്യുന്ന ഒരു പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ചിരിക്കും. അതിൻ്റെ 4 സൈഡും എല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. ഇനി ഓരോ പീസ് ബ്രെഡും നമുക്ക് ആ കസ്റ്റേർഡിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. നിങ്ങൾക്കിത് വേണമെങ്കിൽ ബ്രെഡ് ഫസ്റ്റ് ഒന്ന് ഒരു പാത്രത്തിൽ ഡിഷിലൊന്ന് നിരത്തിയതിന് ശേഷം നിരത്തി വെച്ചിട്ട് മേലെ കസ്റ്റേർഡ് വെച്ച് കൊടുത്താലും മതി. പിന്നെ ഫുള്ളായിട്ട് ഈ ബ്രെഡ് ഇതിലേക്കൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഭയങ്കര ഈസി കേട്ടോ. അങ്ങനെ വലിയ സംഭവമായിട്ടുള്ള ഒരു പുഡിംഗ് ഒന്നുമല്ല, വളരെ സിമ്പിളായിട്ടുള്ള പുഡിങ്ങാണ്. ഇപ്പോൾ ഞാനിത് മാംഗോവും ബ്രെഡെല്ലാം വീട്ടിലിരുന്ന് കണ്ടുകൊണ്ട് എന്നാൽ പിന്നെ ഇതൊന്ന് ഉണ്ടാക്കി കളയാമെന്ന് വിചാരിച്ചു. ഇപ്പം നല്ല ചൂടും കൂടിയാണല്ലോ ഇവിടെ. അപ്പോൾ പുഡിംഗ് ആകുമ്പം കുറച്ച് ചിലവാകുകയും ചെയ്യും. അപ്പം അതിന് വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ മേലെ ബ്രെഡെല്ലാം ഒന്ന് എല്ലാം നിരത്തി ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലേക്ക് നമ്മൾ ചെറിയ പീസാക്കിയിട്ടുള്ള മാംഗോ ഫുൾ ഇട്ട് കൊടുക്കുക. വീണ്ടും അതിൻ്റെ മേലെ പിന്നെയും ബ്രെഡ് വെച്ച് കൊടുക്കുക. ഇതിങ്ങനെ സെറ്റാവാൻ വെയിറ്റ് ചെയ്യൊന്നും വേണ്ട. ഓൾറെഡി കസ്റ്റേർഡെല്ലാം ഒന്ന് സെറ്റായിട്ട് വരുന്നുണ്ട്. വീണ്ടും ഇതിൻ്റെ മേലെ ബ്രെഡെല്ലാം ഒന്ന് പിന്നെയും നിരത്തി വെച്ച് കൊടുക്കുക. ആ ഗ്യാപ്പെല്ലാം ഒന്ന് ഫില്ല് ചെയ്തിട്ട് വേണം ബ്രെഡ് വെക്കാൻ. ഇനിയിപ്പോൾ ബാക്കി വന്ന മാംഗോ ഞാനൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അടിച്ചെടുത്തിട്ട് അതേപോലെ തന്നെ ഒഴിക്കുകയും ചെയ്യാം, പൾപ്പാക്കിയിട്ട്. ഇതിപ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടി ഇതിലിടുന്നുണ്ട്. മാംഗോ അത്ര മധുരം ഇല്ലായിരുന്നു, അതുകൊണ്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് ഞാനിതൊന്ന് ചൂടാക്കുന്നുണ്ട്, ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. ഒരു മാംഗോ സോസ് റെഡിയാക്കുക. അപ്പോൾ അങ്ങനെ ഒഴിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അതേപോലെ തന്നെ അടിച്ചിട്ട് ഈ പുഡിങ്ങിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുത്താലും മതി. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ തണുത്ത് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. മറ്റേതിന് നമ്മൾ സാധാരണ അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് ഈ മാംഗോ ഒന്ന് കുറച്ചൊന്ന് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്താൽ മതി. അധികം കിടന്ന് തിളക്കൊന്നും വേണ്ട. അങ്ങനെ മാംഗോൻ്റെ സോസും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ ഈ ബ്രെഡിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഫുള്ളെല്ലാം ഒന്ന് ലെവലാക്കി കൊടുക്കുക, എല്ലായിടത്തും എത്തണം. പിന്നെ ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് മാംഗോ പീസ് വെറുതെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഡെക്കറേഷനെല്ലാം. പിന്നെ നിങ്ങളെ ഇഷ്ടത്തിന് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഇട്ടാൽ മതി. ഒന്നും ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇതൊരു മിനിമം 5-6 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് തണുപ്പിച്ചിട്ട് കഴിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഭയങ്കര സിമ്പിളാണ്, ആകെ ബ്രെഡും മാങ്ങയും മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ ഇതിൻ്റെ പൈനാപ്പിളിൻ്റെതും ഞാൻ മുമ്പ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിന്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. നല്ല അടിപൊളി പുഡിങ്, ഭയങ്കര ഈസിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.